എവിടെ പോവാ? സാറ് മാർച്ച് നിർത്തിയോ? ഞാൻ മാർച്ച് ചെയ്തതല്ല, ഗ്യാസ് മാറാൻ വേണ്ടി ഇറങ്ങി നടന്നതാ. ഗ്യാസ് ഏജൻസിയൊന്നും അല്ല, സർക്കസ് സ്കൂളാ. സർക്കസ് സ്കൂൾ അല്ലടാ, സർക്കാർ സ്കൂള്. സാറും ഞാൻ ഏറ്റവും കൂടുതൽ സർക്കസ് നടത്തുന്നത് എവിടെയാ? ഇവിടെ. അതുകൊണ്ടാ പറഞ്ഞ സർക്കസ് സ്കൂളിന്ന്. എടാ, റിപ്പബ്ലിക്കിലേക്ക് വരുന്ന ഗസ്റ്റിന് സല്യൂട്ട് അടിക്കാനും മാർച്ച് പാസ്റ്റ് പഠിപ്പിക്കാനാണ് നിന്നെ ഇങ്ങോട്ട് വിളിച്ചത്. സാറ് എനിക്ക് ഈ പേരുടെ കണക്ക് പഠിക്കാനുള്ളതാ. അത് കണക്കാ. ആ കണക്കാന്നല്ലേ ഞാനും പറഞ്ഞത്. അതല്ലെന്ന്, നിന്റെ കണക്ക് പഠിത്തം കണക്കാന്ന്. അയ്യോ, കണക്ക് സാറ് വരുന്നു. തണുപ്പ് സാറോ? തണുപ്പ് സാറല്ല, കണക്ക് സാറ്. സാറേ, കോഴിയെ കിട്ടിയോ? കോഴിയെ പിടിച്ചോ? ആ, നിങ്ങൾ രണ്ടുകൂടെ ബബ്ബ വെച്ച് കോഴിയെ വിളിച്ചതല്ലേ? ഞാൻ ഇവനോട് ഏത് കണക്ക് ചോദിച്ചാലും ഇവൻ എത്ര അറിയാത്തോണ്ട് എന്റെ മുമ്പിൽ ബബ്ബ അടിച്ചോളൂ. ബബ്ബ അടിച്ചതല്ല, പിന്നെ ബബ്ബ സിനിമ കാണാൻ പോയോണ്ടേ കണക്ക് പഠിക്കാൻ പറ്റിയില്ലെന്നാ പറഞ്ഞത്. 100% വിജയം വെച്ച സ്കൂളേ അത്. എന്റെ പൊന്ന് സാറേ, കഷ്ടപ്പെട്ട് പഠിക്കുന്ന എന്നെ പോലെയുള്ള പിള്ളേര് എന്നിട്ട് എന്റെ പേര് മൊത്തം കൊണ്ടുവന്നോ ഏതോ ഒരു വിജയനും. സാറിന്റെ പറ 100% വിജയം കൊണ്ടുപോയെന്ന്. 3 വർഷം എടുക്കുന്ന ഒരു കൊച്ചിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. കണ്ടു. കണക്കിൽ വീക്കാവട്ടോ. കണക്കിലല്ല, ഇംഗ്ലീഷിലാ വീക്ക്. കണക്കിലാ വീക്ക്, ഇംഗ്ലീഷിലാ വീക്ക്. കണക്കിലാ വീക്ക്. എന്നാ സാറെന്ന് പറഞ്ഞേ, ആഴ്ചയുടെ ഇംഗ്ലീഷ് എന്നതാ? വീക്ക്. അതന്നെയല്ല ഞാനും പറഞ്ഞത്. വീക്ക് ഏതാണെന്ന് മനസ്സിലായോ? അതെ, ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങി എനിക്ക് ബാൻഡ് ഒന്ന് സെറ്റ് ചെയ്യണം. അയ്യോ, പാന്റ് സെറ്റ് ചെയ്യണോന്നല്ല പറഞ്ഞേ, ബാൻഡ് ഒന്ന് സെറ്റ് ചെയ്യണോന്ന്. ആ, നിങ്ങളുടെ കണക്ക് പോലല്ല എന്റെ ബാൻഡ്. ചെല്ലപ്പനോ? ചെല്ലപ്പനല്ല, ചെല്ലപ്പേര്. അതെന്താ സാറേ? കളിയാക്കാൻ ഉപയോഗിക്കുന്ന വിഷയം ആ കണക്ക്. കളിയാക്കാനോ? ആ, കേട്ടിട്ടില്ലേ, കണക്കായി പോയെന്ന് പറയുന്നത്. കളിയാക്കിയത്. അതെ, കണക്കത്ര ചില്ലറക്കാരനൊന്നും അല്ല. ചാക്കോ മാഷ് പറഞ്ഞത് കേട്ടിട്ടില്ലേ? അതെന്തോന്ന്? ചാക്കോ മാഷ് പറഞ്ഞിട്ടില്ല, ഞാനൊന്നും കേട്ടിട്ടില്ല. പറ്റത്തില്ല. ചാക്കോ മാഷ് എന്നാ പറഞ്ഞെന്ന് മാഷ് പറഞ്ഞിട്ട് പോയാ മതി. ചാക്കോ മാഷിന് എവിടെ നിങ്ങൾ വന്നാ മതിയല്ലോ. ഞാൻ ഇത് പറയാൻ പെടുന്ന പാട് ദൈവത്തിന് മാത്രം അറിയാം. എന്റെ പൊന്ന് സാറേ, ഇവനെ A+Bയും രസാവൊക്കെ പഠിപ്പിച്ചിട്ട് എന്തോന്ന് കിട്ടാനാ? എന്റെ കാറിന്റെ EMI അടയ്ക്കാം. കാറിന്റെ EMI അടയ്ക്കാവുന്നു? അതെങ്ങനെ? ഇവനെ ഇതൊക്കെ പഠിപ്പിച്ചു തരണമെങ്കിൽ വർഷങ്ങൾ എടുക്കും. ആ ശമ്പളം കൊണ്ട് EMI അടയ്ക്കാലോ. അങ്ങോട്ടൊന്ന് മാറിക്കേ, ഞാനൊന്ന് പഠിപ്പിച്ചോട്ടെ. കണക്കിനെ അധിക്ഷേപിച്ചല്ലേ ഏറ്റവും കൂടുതൽ ശമ്പളപ്പെടുന്ന വിഷയം നടക്കും. അതെന്താ സാറേ? കണക്കിലല്ലേ ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് ഉള്ളത്. അത് ശരി, കൊറേ കുസൃതി ചോദിച്ചോൻ പഠിച്ചോണ്ട് വന്നിരിക്കാം അല്ലേ? അങ്ങോട്ട് മാറിക്കേ, ഞാനൊന്ന് പഠിപ്പിക്കട്ടെ. സാറേ, ഇതിനകത്ത് എങ്ങനെ പാട്ട് വരുന്നേ? യേശുദാസ് ഇതിനകത്തിരുന്ന് പാടുവേ. നിങ്ങളെന്താ ഇതിനകത്ത് കേറുന്നേ? ഞാൻ ഇതിനകത്ത് കേറിയില്ലല്ലോ. അതല്ലെന്ന്, എന്റെ ക്ലാസ്സിനിടയ്ക്ക് എന്തിനാ കേറുന്നെന്ന്? ഇടയ്ക്കൊരു ഗ്യാപ്പ് തന്നാ മതി. 2 ചോദ്യം ചോദിച്ചു ഞാനും പഠിപ്പിക്കാം. ബാക്കി സമയം എന്നാ എക്സ്പ്രഷൻ ഇട്ട് നിന്നോളാം. നിങ്ങൾ ചോദിച്ചോ. മാർച്ച് ചെയ്യുമ്പോഴേ നമ്മളിതിലാ ബാക്കിലോട്ട് നോക്കുന്നേ. അത് ഞാൻ പറയാം. മാർച്ച് ചെയ്യുമ്പോഴേ കൂടെ ഉള്ളവർ അവിടെ തന്നെ ഉണ്ടോന്ന് നോക്കാം. എക്സ്ക്യൂസ് മീ, ഹെഡ്മാസ്റ്ററിന്റെ ഒരു കത്തുണ്ട്. കണക്ക് സാറിന് 2 ചോദ്യം ചോദിക്കാനുള്ള ഗ്യാപ്പ് കൊടുക്കണം. ഇല്ലെങ്കിൽ അയാൾ അവിടെ നിന്ന് പുഴുങ്ങി പുഴുക്ക് സാറായി പോകും എന്ന് ഹെഡ്മാസ്റ്റർ. ഓക്കെ, കാര്യമാണ്. ഹോംവർക്ക് ചെയ്തോ? ഇല്ല. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലെങ്കിൽ ഈ സാറിനോട് പറ. നീ ആ ഇടവഴി പോകുന്ന സമയം മതിയായിരുന്നല്ലോ ഇതൊക്കെ പഠിക്കാൻ. സാറ് കണ്ടില്ല ഞാൻ ഇടവഴി പോയി നിന്നേ? ഞാൻ പറഞ്ഞിട്ടോ? സാറല്ലേ പറഞ്ഞ എളുപ്പവഴി കണക്കിയായിരുന്നു. അതാ ഞങ്ങളെ വീട്ടിലേക്ക് എളുപ്പവഴി. മനക്കണക്കിന് ഇത്ര മണി പഠിക്കാൻ പറഞ്ഞായിരുന്നു. നീ ഇപ്പൊ വരക്കാശ്ശേരിമലയിൽ പോയിരുന്നല്ലേ? ഡിയോടെ ഒരു കത്തുണ്ടേ. കത്തുണ്ടോ? കത്തുണ്ടേ അല്ല, ഡിയോടെ ഒരു കത്തുണ്ടെന്ന്. ആ, പ്രമോഷന്റെ കാര്യമായിരിക്കും. ആയിരിക്കും. ഒറ്റയ്ക്ക് നിന്ന് കണക്ക് പഠിപ്പിക്കാതെ ബാൻഡ് സാറിനെ കൂടെ ഒന്ന് പരിഗണിക്കണേ. തന്റെ കൈ വെച്ചാ മതി. അത് ഞാൻ പിന്നെ അങ്ങോട്ട്. സാറേ, എന്തോ ഒരു പാട്. നെട്ടിക്കൽ ബിരിയാണി കഴിച്ചതാ? അല്ല,
ഞാൻ നെട്ടിക്കൽ ബിരിയാണി കഴിക്കാൻ പോയിരുന്നു. അവർ നെട്ടിക്കൽ ബിരിയാണി എന്റെ മുമ്പിൽ കൊണ്ടുവച്ചു. ഞാൻ കഴിക്കാൻ തുടങ്ങിയത് നിങ്ങൾ മേടിച്ചില്ലേ? പക്ഷെ ഞാൻ മേടിച്ചില്ല. ഒരു നെറ്റിയിലെന്തൊരു പാട്, ഒരു ചിക്കൻ പീസ് വന്ന് നെറ്റിക്കിട്ട് അടിച്ചതാ. ചിക്കൻ പീസോ? റിപ്പബ്ലിക് ഡേ ചെലവ്. ഹായ് ചവലേടിയപ്പം. പൊന്നു സാറേ ജിലേബിയാ. അയ്യോ ഷുഗർ 450. ഇവിടെയൊക്കെ 48 ഉള്ളൂ. പഞ്ചാരയുടെ ഇലയല്ല പറഞ്ഞത്, എനിക്ക് ഷുഗറിന്റെ അസുഖം ഉണ്ടെന്ന്. എന്റെ പൊന്നു സാറേ, റിപ്പബ്ലിക് ഡേക്ക് ഇത്തിരി മധുരം കഴിച്ചെന്നോർത്തി ഒരു കുഴപ്പമില്ല, അങ്ങോട്ട് തിന്നേ. എന്തുകൊണ്ട് സാറേ? ലേബിടെ കുറിക്കലേ നാക്ക് കുടുങ്ങിയതാ. ആ ജിലേബി അവിടെ എങ്ങാനും ഇരുന്നാ മതിയായിരുന്നു, കുറച്ചു മിണ്ടായിരുന്നേനെ. സാറേ എന്നെ സല്യൂട്ടും പരേഡും പഠിപ്പിക്കും സാറേ. നിന്നെ സല്യൂട്ടും പരേഡും പഠിപ്പിക്കണം അല്ലേ? അടുത്ത റിപ്പബ്ലിക് ഡേക്ക് നിനക്ക് സല്യൂട്ടും ചെയ്യാം, പരേഡും നടത്താം. എന്താ സാറേ? എടാ 5, 5, 10 പഠിക്കാൻ 1 മാസം എടുത്ത് നീ. എടാ ഈ സല്യൂട്ടും പരേഡും പഠിക്കാൻ എത്ര കൊല്ലം എടുക്കോടാ? പഠിച്ചോളാം സാറേ, റിപ്പബ്ലിക് ഡേ അല്ലേ സാറേ. സാറ് കണക്ക് പഠിപ്പിക്കുന്നൊന്നുമില്ലേ? അതിന് ബാൻഡ് സാർ സമ്മതിച്ചിട്ട് വേണ്ടേ? ആദ്യം നിങ്ങൾ ഒരു തീരുമാനത്തിലെത്ത്, എന്നാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ സാറേ, നമുക്ക് ഒരുമിച്ച് ഒരു പരേഡ് നടത്തി സല്യൂട്ട് അങ്ങ് കൊടുത്താലോ? ഞാൻ എപ്പോഴേ റെഡി. എന്നാ ആയിക്കോട്ടെ. ഈ ഞെട്ടിക്കൽ ബിരിയാണി എന്ന് പറയും പോലെ ഞെട്ടിക്കൽ കുഞ്ഞാറ്റ. സത്യം. മാഷിനെയും കുഞ്ഞാറ്റ ഉണ്ണിക്കൊണ്ടേ നിങ്ങക്ക് ഇഷ്ടമായോ? ചക്കര പിള്ളേരല്ലേ അവര്? മാഷും ചക്കരയാ. നന്നായിട്ട് മറംകളിയൊക്കെ കളിക്കും കേട്ടോ. കിഡിലാണ്, ഒരു മാഷാണ് മറംകളി പഠിപ്പിക്കുന്നുണ്ട്. പിള്ളേരെയും കൊണ്ട് ഒരിക്കൽ സ്റ്റുഡൻസ് ഒക്കെ ഇവിടെ വന്നു. രണ്ടു കാണോ? ഇനി വരണ്ടേ? കാണണം തീർച്ചയായിട്ടും. എന്നാണ്ട് വിശേഷം? എന്നെ നല്ല വിശേഷം, സുഖം തന്നെ. അടിപൊളിയായിട്ട്. ഒരു മിനിറ്റ്, ആലിസ് കൊറേ നേരമായിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് മക്കളുടെ പെർഫോമൻസ് കാണുന്നത്. ഭയങ്കര അതിശയം തോന്നി. ഈ കുഞ്ഞു മക്കൾ ഇത് എങ്ങനെ പഠിച്ചു പറയണമെന്ന്. ഞാനൊരു കാര്യം ചോദിച്ചിട്ടാ മാഷെ, മക്കൾക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് എങ്ങനെ തിരിച്ചറിഞ്ഞു ഈ കുഞ്ഞു പ്രായത്തില്? ഇവരുടെ മമ്മി ഒരു 6 വർഷം കലാതിലകമായിരുന്നു. അപ്പൊ അങ്ങനെ ചേച്ചി ഫീലിംഗ് ഹാപ്പി നോ? വെരി ഹാപ്പി. ഒരുപാട് ദിവസം കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ഇവർ 3 പേരും കാണുന്നത്. ഭയങ്കര സന്തോഷം. ആൻഡ് പിന്നെ പെർഫോമൻസ് ഒന്നും പറയേ വേണ്ട. ഇവരെ സംബന്ധിച്ച് എനിക്ക് ഇങ്ങനത്തെ ഒരു അപ്പൂപ്പനെ എല്ലാവർക്കും കിട്ടണം എന്നാണ് ഞാൻ പറയുന്നത്, പ്രാർത്ഥിക്കുന്നത്. സത്യം പറയാം. ബിക്കോസ് കലാപരമായ ഒരു ഫാമിലി, അതും അപ്പൂപ്പൻ ആ ഒരു തലമുറ വെച്ചിട്ട് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വരുന്ന ഈ എന്താ പറയുക ഡ്രഗ്സും ആൽക്കഹോളും ഇതൊന്നും നടക്കൂല. ഈ കുട്ടികളും അത്ര പീപ്പിൾ ഷുഡ് ഗെറ്റ് ഇൻ ടു ഈ ഒരു എന്താ പറയുക നാടകവേദി അല്ലാതെ ഇങ്ങനത്തെ വേദികളിൽ പെർഫോം ചെയ്താൽ ഒരു കാരണവശാലും കുഞ്ഞുങ്ങൾ തെറ്റായി പോവില്ല. അത് ഉറപ്പാണ്. ശരി, അപ്പൊ എന്തായാലും ശ്വേത ചേച്ചി, ഇനി നമുക്ക് ബാറ്ററി ഇവര് ചിരിപ്പിച്ച എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കിയാലോ? ഇവരെല്ലാരും ടുമോറോ സ്റ്റാർസ് ആണ്. സത്യം പറയാം. താങ്ക് യു. പറഞ്ഞേ താങ്ക് യു. വെൽക്കം കുഞ്ഞാറ്റ. നമുക്ക് നോക്കാം, ബാറ്ററി നോക്കാം. ബാറ്ററി നോക്കാം. പണമൊഴുകണ കടി പറന്നിറയേണ്ട ചിരി ചിരി പല ചുരി ദുരിതം താളത്തിൽ ഞാൻ സൂപ്പർ. 20,000 rupees ആണ് ഈ കുടുംബത്തിന് ലഭിക്കുന്നത്. ശ്വേത ചേച്ചി അത് ക്രെഡിറ്റ് ചെയ്യേണ്ടതാണ്. ഉറപ്പായിട്ട്. എന്തായാലും കുഞ്ഞാറ്റയ്ക്ക് ഇത് അറിയില്ല എന്താണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൂപ്പന് മാത്രമേ അറിയുള്ളൂ. അപ്പൂപ്പ തരുന്നു. കറക്റ്റ് ക്രെഡിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങി തരാൻ പറയണേ. ഫ്രണ്ട്സിനോടൊക്കെ അന്വേഷണം പറയണം. അവിടെയും സ്കൂളിൽ ഫ്രണ്ട്സിനോടൊക്കെ അന്വേഷണം പറയണം. ഓക്കെ.